സുധാരൻ പോകുന്നു. ഞാനല്ല പോകുന്നത്, EP ജയരാജനാണ്. കള്ളവോട്ട് എല്ലാ കാലവും CPM ചെയ്യുന്നത് ഒരു സാധാരണമായ പ്രക്രിയയാണ്. അതിനകത്ത് അവർക്കൊരു പുതുമയും തോന്നാറില്ല. എല്ലാ കാലവും എല്ലാ തിരഞ്ഞെടുപ്പിലും കള്ളവോട്ട് ചെയ്യുന്നൊരു പാർട്ടിയാണ് ഇപ്പോഴും CPM. അതിന് കള്ളവോട്ട് ചെയ്യുന്ന ആളുകൾക്ക് സംരക്ഷണം പാർട്ടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിവിടെയെല്ലാം ലോക്കലായി കള്ളവോട്ട് ചെയ്യുന്ന കുറച്ച് സെൻറ്ററുകളുണ്ട്, എല്ലായിടെയും ഇല്ല. സെലക്റ്റഡ് സെൻറ്ററുകളിൽ കള്ളവോട്ട് ചെയ്യുന്ന പാർട്ടി സ്ഥിരമായി അത് ആ ഒരു ക്രെഡിറ്റ് CPM-ൻ്റെതാണ്, ഓൺ ക്രെഡിറ്റാണ്. നിങ്ങൾ ഇന്നലെ കണ്ണൂർ ഇത് കണ്ടിട്ടില്ലേ? എന്ത് ചോദ്യമാണ് പിന്നെ ചോദിക്കണത്? ഞാൻ ചോദിക്കുന്നത് എൻ്റെ ജില്ല മാത്രമല്ല, ഇതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലെ തന്നെയാണ് ഇന്നലത്തെ റാലി, നമ്മുടെ റാലികളെല്ലാം. നിങ്ങൾ ഒരു ജനങ്ങളുടെ പ്രതികരണത്തിൻ്റെ പ്രതിഫലനമാണ് ഇന്നലത്തെ ജാഥ എന്ന് നിങ്ങൾ ഓർക്കണം. 20 ഔട്ട് ഓഫ് 20 തന്നെ. ഞങ്ങൾ അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ വ്യതിചരിച്ചിട്ടില്ല. ഞാനല്ല, കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാരും വ്യതിചരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഫുൾ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അതെന്താ നിങ്ങൾക്ക് കിട്ടാണ്ട് പോയി? നിങ്ങൾ എൻ്റെ പേരും കൊണ്ട് കളിക്കാൻ കുറേ നല്ല എളുപ്പത്തിൽ പുറപ്പെട്ടില്ലല്ലോ. സുധാരൻ പോകുന്നു. ഞാനല്ല പോകുന്നത്, EP ജയരാജനാണ്. EP ജയരാജൻ്റെ ചർച്ച കഴിഞ്ഞു. പിന്നെ ഈ ശോഭ മുഖാന്തരം നടത്തിയ ചർച്ച നടന്നു. ചന്ദ്രശേഖരനോ ചർച്ച നടന്നു ഒരു പരിധി വരെ എല്ലാം കടന്ന് അങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താണ് എന്നറിയില്ല. പിന്നെ ഞാൻ ചോദിക്കുന്നത്, അതിനകത്ത് ആരാ CPM ഇവരെ BJP-കാരെ എന്നെ വിമർശിക്കുന്നവരാരാ? ഗോവിന്ദ മാഷുണ്ടോ? ഗോവിന്ദ മാഷ് അടുത്ത ദിവസം എല്ലാം ഒരു ചർച്ച കാണിച്ചു തരാൻ പറ്റും, സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു തരാൻ പറ്റുമോ? 6 മാസമായിട്ട് പുള്ളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലല്ലോ. EP 6 മാസമായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെയൊന്നും BJP-യിലേക്ക് പോകുന്നു? ഞാനെന്ത് പഴിച്ചിട്ടാണ് നിങ്ങൾ ഈ പോകുന്നതെന്ന് പറയുന്നതിൻ്റെ പോലുള്ള ആരെ ചർച്ച? ഗൾഫിൽ വെച്ചാണ് നടത്തിയത്. അതുണ്ടാകാം. പക്ഷെ ഗൾഫിലാണ് ഫസ്റ്റ് ചർച്ച നടന്നത്. ഗൾഫിലാണ്. അത് പിന്നീട് പറയാം. അങ്ങനെ കൃത്യമായിട്ട് എല്ലായിടത്തും പോയില്ല. നിങ്ങൾ പോയാൽ പിന്നെ വരൂല, ഇടയ്ക്ക് വരണ്ടേ? കുറച്ച് നമ്മളെ ഇവരെ കിട്ടും. ഉണ്ട്. അതിനൊരു മധ്യവർത്തിയുണ്ട്. മധ്യവർത്തി തന്നെ നമ്മളുടെയൊക്കെ പറഞ്ഞ വിഷയമാണ്. മധ്യവർത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് ശരിയുമല്ല. അത് ഒരു ഗവർണർ സ്ഥാനത്തെക്കുറിച്ച് ചർച്ച നടന്നു എന്ന് മാത്രമേ എനിക്കറിയൂ. മഹാരാഷ്ട്രയാണോ അല്ല വേറെ ഏതാണെന്ന് അറിയില്ല. ഗവർണർ സ്ഥാനത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയത്. രാജശേഖരടക്കം ചർച്ച നടത്തിയപ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി വിശ്വസിച്ചിട്ടുണ്ടാവും പാവം. അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് കഴിഞ്ഞ ഞാൻ പറയാം, ഗോവിന്ദ മാഷ് സെക്രട്ടറി ആയതോടുകൂടി തന്നെ EP വളരെ വളരെ അസ്വസ്ഥനാണ്. കാരണം സത്യത്തിൽ അതിൻ്റെ അകത്ത് പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആവേണ്ടുന്നത് മറ്റു പലതുകൊണ്ടും EP-യാണ്. EP-ക്ക് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയുണ്ട്. ഈ നിരാശ എന്നല്ല, അത് അദ്ദേഹം പാർട്ടിയിലെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളോട് ഓപ്പണായിട്ട് പറയാറുണ്ട്. അദ്ദേഹത്തിന് സൂക്ഷിക്കാനൊന്നും അറിയില്ല, രഹസ്യം സൂക്ഷിക്കാനൊന്നും അറിയില്ല. ഓപ്പണായി പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞവർ ഞങ്ങളുടെയൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് പുള്ളിക്കുള്ള അസ്വസ്ഥം പിണറായി വിജയനുമായിട്ടും തീരെ നല്ല ബന്ധത്തിലല്ല. ചന്ദ്രശേഖരൻ ഈ ചർച്ചയിൽ വെച്ചത് രാജീവ് ചന്ദ്രശേഖരനെയാണോ? അതെ. ശോഭാ സുരേന്ദ്രനുമാണ് ഇതിൻ്റെ മധ്യവർത്തികൾ. ഗൾഫിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ചർച്ച നടത്തിയത്. ഓക്കെ. അതെ, ബായും പൊളന്ന് കിടന്നോളാൻ പറയണം മലന്നിട്ട്. ഇത് പൂന്ന് വിചാരിച്ചിട്ട് അങ്ങനെയില്ലേ? അല്ല, പഴമൊഴി പറഞ്ഞാൽ വളരെ ഇതായി പോകും. ഇയാൾ എന്ത് വിവരം കെട്ട രാഷ്ട്രീയമാണെന്ന്, എന്ത് ബേസിലായി ഒരു പാർട്ടിയെ കുറിച്ചിട്ടൊക്കെ ഒരു ആക്ഷേപം പറയുമ്പോൾ ഒരു മര്യാദ വേണ്ടേ? എന്തെങ്കിലും ഒരു സിംഗിൾ എവിഡൻസ്. എന്താ സിംഗിൾ എവിഡൻസ്? ലീഗെല്ലാം നമ്മളെപ്പോൾ കോൺഗ്രസിനേക്കാൾ വാശിയിലാണ് മുസ്ലിം ലീഗൊക്കെ. ഞങ്ങൾ അവരുടെ അതിലും ബന്ധപ്പെടുന്നവരാ, നമുക്കറിയാം. അവരെ ഒരസ്വസ്ഥതയുമില്ല, ഒരസ്വസ്ഥതയും അവർക്ക് മുന്നണി സംവിധാനത്തിൽ ഒരസ്വസ്ഥതയും അവർക്കില്ല. ഓക്കെ.